അമ്മ എന്തിനാ ഇപ്പൊ അമ്മയുടെ വീട്ടിൽ പോണേ? അതാ എന്റെ വീട്ടിൽ പോകാൻ അങ്ങനെ പ്രത്യേക കാരണങ്ങളെല്ലാം വേണോ? എന്നാ ഞങ്ങളും കൂടി വരാം. വേണ്ട, ഞാൻ പോയി കഴിഞ്ഞ ഇപ്പം തിരിച്ചു വരില്ല. അപ്പൊ നമുക്ക് ഫുഡ് ആരുണ്ടാക്കി തരൂ? നിന്റെ അച്ഛനോട് ഉണ്ടാക്കി തരാൻ പറയടാ. അച്ഛന്റെ ഫുഡ് വളരെ മോശം. അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. ഇതങ്ങനെ പറഞ്ഞു തീർത്താ തീരുന്ന പ്രശ്നങ്ങളൊന്നല്ല മക്കളെ. ഞാൻ സഹായിക്കണോ? അങ്ങനെ ചുരുട്ടിയൊന്നും വെക്കാൻ പറ്റില്ല. നല്ല അമ്മ പോണോ അമ്മ? അച്ഛാതെ അമ്മ ബാഗ് എടുത്ത് പോവാൻ നിൽക്കുവാണേ. നീ മിണ്ടരുത്. ഇതിനെല്ലാം കാരണം നീയാ. ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊണ്ടാവുന്നത്. സത്യം പറഞ്ഞ തെറ്റാണോ? സത്യമാണോ നീ പറഞ്ഞത്? പിന്നല്ലാതെ. അമ്മ പോ. അച്ഛാ, അമ്മോട് പോവില്ലെന്ന് പറ. എനിക്ക് സൗകര്യമില്ലടി. നീ പോയി പറ അമ്മ പോവല്ലേ എന്ന്. അമ്മ പോവല്ലോ അമ്മ. നിങ്ങൾ അച്ഛൻ പോവണ്ടെന്ന് പറയില്ല മക്കളെ. ഞാൻ ഉണ്ടായി കഴിഞ്ഞാ ഇവരെ കളിയൊന്നും നടക്കൂലല്ലോ. ആ കളിയൊന്നും നടക്കുകയല്ല. നീ കുറെ നേരം ആയാലോടി പറഞ്ഞ് കൊതിപ്പിക്കാൻ തുടങ്ങി. ഇറങ്ങി പോയി. ഇവിടെ എവിടെ പോണു? കാശിക്ക് എല്ലോ ഉപേക്ഷിച്ച് സന്യാസത്തിന് പോവുക. അമ്മ അച്ഛൻ്റെ അടുത്ത് വഴക്കിട്ട് ഇറങ്ങി പോകും അച്ഛമ്മ. എടി പുഷ്പേ, നീ അകത്തോട്ട് കയറിപ്പോ. ആൾക്കാരെ കൊണ്ട് വല്ലതും പറയിപ്പിക്കാതെ. ഒന്നെങ്കിൽ നിങ്ങളെ മകൻ എല്ലാം ഞാൻ രണ്ടുപേരും കൂടി ഇനി ഈ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കില്ല. ജീവിക്കണ്ട, നീ ഇറങ്ങി പോ. ആ പോവന്നെ ചെയ്യുന്നേ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് ചെല്ലടാ അങ്ങോട്ട്. നിങ്ങൾ മൂന്നുപേരും കൂടി അപ്പുണ്ണിനെ നന്നായിട്ട് നോക്കണം കേട്ടോ. അമ്മ ഇവിടുത്തെ പോയ ഇവിടുത്തെ കാര്യങ്ങളായിരുന്നു. നീ നോക്കണം. നീ അല്ലേ മൂത്ത പെണ്ണ്. മക്കൾ കുത്തക്കടന്നും കളിക്കരുത്. ഇല്ല അമ്മ പോണ്ട. എടാ അവളോട് പോരുതെന്ന് പറയടാ. ഞാൻ പറഞ്ഞില്ലേ പോലും അവക്ക് പോകാൻ പറ്റിയല്ലേ. മക്കളെ വിട്ടു പോയാൽ എനിക്ക് ഫീൽ അടിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അയ്യോ അങ്ങനെ വിചാരിച്ചിട്ടൊന്നും അല്ല. ഇന്ന് ഹർത്താലാ. ബസ് പോയിട്ടൊരു സൈക്കിൾ പോലും ഒക്കെ കിട്ടാൻ പോകുന്നു. ആ ശരിയമ്മ, ഇന്ന് ബന്ധാ. എന്തേ പോകുന്നില്ലേ? ഇല്ല. എടി പറഞ്ഞ വാക്കിന് വില വേണോടി. പോതാളെ. എടി ഇങ്ങനെ തള്ളതൊടിച്ചോണ്ട് നിക്കടി അവിടെ. അച്ഛാ, അപ്പൊ ബന്ധിന്റെ കാര്യം ചുമ്മാ പറഞ്ഞാണല്ലേ? ബന്ധുവില്ല, ഹർത്താലുകൾ ഒന്നുമില്ല. അവള് പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അപ്പൊ ശരിക്കും ഒന്നും ബന്ധില്ലേ? പോടാ, തീരുമാണ്ട. അപ്പൊ അച്ഛനും അമ്മയോട് സ്നേഹം ഉണ്ടല്ലേ? സ്നേഹം ഇല്ലാണ്ടിരിക്കൂടാ. സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല. അമ്മ പോയി കഴിഞ്ഞാലേ വീട്ടിലെ പണി ഫുള്ള് അച്ഛൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നീ തോൽപ്പിക്കാൻ പറ്റൂല. കാണാറുണ്ട്. എന്റെ ദൈവമേ, ഈ അലമാരയുടെ കോല എന്നാ ഇത്? അലക്കിയതും അലക്കാത്തതും എല്ലാം ചുരുട്ട് കൂട്ടി ഇട്ട് വെച്ചിനി. ഞാൻ അലക്കി തേച്ച് വെച്ചതൊക്കെ നശിപ്പിച്ചു ചെക്ക. ഇതെന്നാ ബീറൂപ്പിയ? എടാ സഞ്ജു, സഞ്ജുവേ, എന്താ നിന്നെ ആരാ വിളിച്ചേ? അല്ല അമ്മ സഞ്ജുനെ വിളിച്ചില്ലേ? സഞ്ജുവിനെ വിളിച്ചാ സഞ്ജു വരണ്ടേ, അല്ലാതെ നീ അല്ല വരേണ്ടത്. ഇനി സഞ്ജു പാടത്താണ്. അവനെന്തിനിപ്പം പാടത്ത് പോയത്? അവനും അച്ഛനും കൂടെ എന്തോ കൃഷിയൊക്കെ ചെയ്യാണ്. അച്ഛൻ്റെയും മോൻ്റെയും കൃഷി ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. നീ ഇത് കണ്ട? ഹായ് ബിയർ. തലക്കൊന്ന് തന്നഞ്ഞാലുണ്ടല്ലോ ഇതും കൊണ്ട്. പലിക്ക് തന്നു തലയും പൊട്ടിപ്പോകും, ബീർ കോപ്പിയും പൊട്ടിപ്പോകും. നിന്റെ മാത്രല്ല, നിന്റെ ആങ്ങളേന്റെ തലയും ഞാൻ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. അവനാണോ ഈ ബീർ കുടിച്ചേ? നീ കണ്ടോ? ഞാൻ നേരിട്ട് കണ്ടില്ല, പക്ഷെ എനിക്ക് ചില സമയത്ത് അവന്റെ പ്രവൃത്തികളൊക്കെ കാണുമ്പേ അവനൊരു കുടിയനാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെങ്ങനെ നിനക്ക് മനസ്സിലാകുന്നു? അമ്മ ചില ദിവസം അവൻ നേരം വൈകി വരാറില്ലേ, അപ്പൊ അവന്റെ പെരുമാറ്റവും പാട്ടും ഡാൻസും ഒരിളക്കൊക്കെ കണ്ടല്ലേ, അത് കാണുമ്പോ തന്നെ സംശയം ഉണ്ടാവും. എനിക്ക് അങ്ങനത്തെ സംശയമൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. അതെ, അമ്മയ്ക്ക് അതൊന്നും സെൻസ് ചെയ്യാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ട്. അതെ, ഞാൻ പൊട്ടത്തിയാന്നല്ലേ നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാരും എന്നെ ഇങ്ങനെ വിഡ്ഢിയാക്കി നടക്കുന്നത്? അങ്ങനെയല്ല അമ്മ, ഞാൻ പറ്റിക്കൊന്നുമില്ല. നീ അതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. പിന്നെ ഒരു കാര്യം, ഈ സാധനം കണ്ടത് കൂടെ ഒരാളോട് മിണ്ടിപ്പോരുത്. അപ്പൊ സഞ്ജുനോടേക്കും സഞ്ജു അറിയില്ലേ? വെറുതെ അതല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ അച്ചമ്മയോടും കൃഷ്ണയോടും അപ്പുണ്ണിയോടും സംസാരിക്കരുത് ഇതിനെ ചൊല്ലി. അങ്ങനെ പറഞ്ഞാ പിന്നെ ഈ വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാവും. മനസ്സിലായ? പക്ഷെ അമ്മ സഞ്ജുനോട് ചോദിക്കണം. അത് ഞാൻ ചോദിക്കും. പിന്നെ അത് ഞാൻ ചോദിക്കണ്ടേ? അല്ലെ പിന്നെ ഞാൻ അവന്റെ അമ്മയെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? അത് ചോദിക്കുകയും ചെയ്യും, രണ്ടെണ്ണം ഇട്ട് ഞാൻ കൊടുക്കുകയും ചെയ്യും. കൊടുക്കണം. ഉറപ്പായിട്ട് ചെയ്യും.
എന്നാലും ഈ പിള്ളേരൊക്കെ ഇങ്ങനെ വഴി തെറ്റി പോവല്ലേ അമ്മേ? അല്ലേ? ഞാൻ പോട്ടെ എന്നാ. പോവാല്ലേ? അവന്റെ പുറമെ നിന്ന് പൊളിച്ചിട്ടേ ഉള്ളു കാര്യം. കാണിച്ചു കൊടുക്കാൻ ഞാൻ. എടാ ഇന്നത്തെ പോലെ പണിയെടുത്തിട്ട് നല്ല കുത്തരി ചോറും നല്ല പയറ് തോരനും നല്ല ചുട്ടരത്തെ തേങ്ങയുടെ ചമ്മന്തിയും കൂട്ടി നീ കഴിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഇന്ന് കഴിക്കാലോ. ഇന്ന് പറ്റുമെന്ന് തോന്നില്ല, നമുക്ക് പിന്നീട് ഒരു ദിവസം കഴിക്കാം. എന്താ തിന്നുമ്പോഴെങ്കിലും ഈ കിടുതാപ്പ് ചെവി വെക്കാതിരുന്നൂടെ? പാട്ടായിട്ട് എന്താ പറഞ്ഞു കഴിച്ചൂടെ? തർക്കുത്തരം പറയുന്ന പിടിച്ച് പൊട്ടിക്കച്ച. ആ നിനക്കുള്ളത് ഇപ്പൊ അമ്മ കൊണ്ടുവരണ്ട്. ബിയർ പണിയെടുത്ത് ക്ഷീണിച്ചു വരുമ്പോ 2 ചിൽഡ് ബിയർ. തറവാടിയാ.